കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് കൂലി. ചിത്രത്തിന്റെ റിലീസ് അടുത്തിരിക്കെ യുകെയിൽ ചിത്രത്തിന് ലഭിക്കുന്ന വമ്പൻ പ്രീ ബുക്കിംഗ് കണക്കുകളാണ് പുറത്തുവരുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ നൽകുന്നത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൗബിന്റെ ഇൻട്രോയിലൂടെയാണ്. തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ്. പിന്നാലെ ഉപേന്ദ്ര, അമീർ ഖാൻ, സത്യരാജ്, നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകേഷിന്റെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രമാകും കൂലിയെന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ UK ബോക്സ് ഓഫീസിൽ ചിത്രം വമ്പൻ പ്രീ ബുക്കിംഗ് നേടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിൽ UK ബോക്സ് ഓഫീസിൽ നിന്ന് 20,000-ലധികം ടിക്കറ്റുകൾ കൂലി വിറ്റുവെന്നാണ് വിവരം. നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻപ് നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്തെറിയുമെന്നാണ് പ്രതീക്ഷ. ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എയർ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം. രജനീകാന്തിന്റെ 171ാം സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.